രേണുമ്മ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്ന കൊച്ചിന് തോന്നണത്? പിന്നെ മിഠായിയൊക്കെ മേടിക്കും. പിന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. എന്തും കൊണ്ട് വരും രേണുമ്മ? മുട്ടായിയും കൊണ്ടാ? കപ്പ് കൊണ്ടുവരണ്ടേ? ബിഗ് ബോസിൽ അമ്മ വിൻ ചെയ്യണ്ടേ? കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ മാതൃസ്നേഹത്തെ പറ്റിയിട്ട് സംസാരിക്കുന്ന രേണുവിനെ നമ്മൾ എല്ലാവരും കണ്ടയാണ് അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹനാൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്നത്. കൊല്ലം സുധി മരിച്ചതിന് ശേഷം 1 മാസം പോലും ആവുന്നതിന് മുമ്പേ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞെന്നാണ് ഹനാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഹനാൻ മാത്രമല്ല, പല ആൾക്കാരും അത് കഴിഞ്ഞതിന് ശേഷം ഹനാൻ്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷം രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. KHDC ഫിറോസ് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു പോസ്റ്റ് ഇട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് മുന്നേ അറിഞ്ഞ് 8 മാസം മുന്നേ അറിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പം നിമിഷ വിജയുടെ ലൈവിനകത്ത് ഈ ഒരു വിഷയം വന്നതിന് ശേഷം പുള്ളിക്കാരിയുടെ ഒരു ലൈവിനകത്ത് പുള്ളിക്കാരിയും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാതൃസ്നേഹത്തെ പറ്റിയിട്ട് ഇത്രയും സംസാരിച്ച ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ജീവനെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് പുള്ളിക്കാരി എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു മാതൃസ്നേഹം എന്നുള്ളൊരു വാക്കിന് എന്താണ്, ഒരു മാതാവ് എന്നുള്ളൊരു വാക്കിന് എന്താണ് അർത്ഥമാക്കുന്നത് അല്ലേ? അത് പറയാൻ ഒരു യോഗ്യതയില്ല പുള്ളിക്കാരിക്ക്. ഇത് സത്യമാണെന്ന് നമുക്കറിയത്തില്ല. ഇവരൊക്കെ പറയുന്നതേ നമുക്കറിയാവൂ. കാരണം ഒരാളല്ല, ഇത് പല ആൾക്കാരും ഇത് പറയുന്നുണ്ട്. പേഴ്സണലി ഈ പറയുന്ന രേണുസുധിയോട് എനിക്കോ അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കോ പേഴ്സണലി ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഗ്രജും ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഇവർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവർ കാണിക്കുന്നുള്ള കുറച്ച് പബ്ലിക്കിൽ വന്ന് കാണിച്ചിട്ടുള്ള കുറച്ച് പ്രവൃത്തികളോടാണ് പ്രതികരിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഈ രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം എൻ്റെ വീഡിയോസിന് ആദ്യത്തെ 2 വീഡിയോസിൽ ഇവരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അറിയാവോ, പല ആൾക്കാരും കമൻറ്റിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ചേനയാണ്, മറ്റേതാണ്, എന്തിനാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ 2 വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികളൊക്കെ വെച്ചിട്ട് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പല ആൾക്കാരും പറയുന്നുണ്ട്, രേണുസുധി എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ഒരു അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നമുക്കിതൊക്കെ കണ്ട് മനസ്സിലാക്കാനേ ഉള്ളൂ എന്താണ് ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് അല്ലേ? നമ്മൾ ഡെയിലി രാവിലെ എണീക്കുന്ന സമയത്തെല്ലാം നമ്മൾ മൊബൈലിനകത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്തെല്ലാം രേണുസുധിയാണല്ലോ മെയിനായിട്ട് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിക്കൂടെ? ഒരാളല്ല, 1000 പേരാണ് ഈ രേണുസുധിയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഓരോ കാര്യങ്ങൾ വന്ന് സത്യസന്ധമായിട്ട് പറയുന്നത് അല്ലേ? അപ്പം പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? കൊല്ലം സുധി എന്നൊരു കലാകാരനോട് ആളുകൾക്ക് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹവും ആ ഒരു റെസ്പെക്റ്റും കളഞ്ഞു പൊളിച്ചത് ഈ രേണുസുധി ഒറ്റൊരാൾ കാരണമാണ്. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കൊല്ലം സുധി മരിച്ചതിന് ശേഷം ആ ഒരു വ്യക്തിക്ക് കിട്ടിയ അംഗീകാരം വേറെ ഒരു കലാകാരനും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരു കലാകാരൻ്റെ കുടുംബത്തിനും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. കലാഭവൻ മണി, കൊച്ചൻ ഹനീഫ, അങ്ങനെ എത്ര കലാകാരന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ഇത്രയും സപ്പോർട്ട് ഇവരുടെ ഫാമിലിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് ഈ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് ഇത് കിട്ടി എന്നുകൂടെ മനസ്സിലാക്കണം. അപ്പം അത്രയും സപ്പോർട്ടും സ്നേഹവും കൊടുത്തിട്ട് ഈ ഒരു കലാകാരനെ കൊണ്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ കൊണ്ടിട്ട് ഇങ്ങനെയൊക്കെ പിച്ചി കീറി ചീന്താൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ എങ്ങനെ രേണുസുധിയോട് പ്രതികരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഓക്കെ, അവർ ചെയ്തിട്ടുള്ളതിനെല്ലാം പ്രതിഫലം അവർക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളികൾ അല്ലേ? കർമ്മയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കർമ്മയായിട്ട് തന്നെ അവർക്ക് കിട്ടും. എന്നിരുന്നാൽ തന്നെ അവർക്കൊന്ന് മനസ്സിലാക്കാനുള്ള സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് ഇവർ ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം തന്നെ ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട്, ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് പോലും അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് പോലും അവർക്കറിയത്തില്ല. അവർ കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, മക്കളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരാൾ എന്തുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം പോലും ഉപയോഗിക്കുന്നില്ല അല്ലേ? കുടുംബം നോക്കണം,
മക്കളെ നോക്കണം എന്നൊക്കെ പറയുന്നൊരു വ്യക്തി അത്രയും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അതെന്തുകൊണ്ട് അവിടെയും ഉപയോഗിക്കുന്നില്ല? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ഋതപ്പൻ്റെ കാര്യവും പറഞ്ഞ് കൺഫ്യൂഷൻ റൂമിൽ കടന്ന് കരയുന്നത്, വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കടന്ന് കരയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഋതപ്പന് ഒരു കുഴപ്പമില്ല, പുള്ളി നല്ല ഹാപ്പിയാണ്. നമ്മൾ രേണുസുതി പോയതിനു ശേഷം മെയിൻ സ്ട്രീം ഉണ്ടെന്നൊരു ചാനലിനകത്തൊരു ഇവരൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, ഫാമിലി ഇൻ്റർവ്യൂ. അതിനകത്ത് രേണുസുതിയുടെ ചെറുക്കനുണ്ടായിരുന്നു, ഫാദർ ഉണ്ടായിരുന്നു, മദർ ഉണ്ടായിരുന്നു, ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഋതപ്പനോട് ചോദിക്കുമ്പോഴത്തേക്ക് ഋതപ്പൻ പറയുന്ന അമ്മ പോയിട്ട് മുട്ടായി കൊണ്ടുവരും, കപ്പടിക്കും എന്നൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ അത്രയും മെൻ്റലി ഓക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ കണ്ടു കഴിയും, ഇത് അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല, അമ്മ മരിച്ചു പോയെന്ന് വിചാരിക്കും, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുന്ന, ഇതൊക്കെ കാണുന്ന ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്തായാലും നിമിഷ ബിജു ലൈവിൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കാം. അവർ ലൈവിനകത്ത് പറയുന്നുണ്ട്. സാധാരണ ഇവരുടെ ലൈവ് ഒന്നും ഞാൻ കാണാറില്ല, പക്ഷേ ഇവരോട് എനിക്കൊരു റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ രേണുസുതി ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ ആര് വേണമെങ്കിലും നോക്കിക്കോളാൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ നിമിഷ ബിജുയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ സുധിയുമായിട്ടും അല്ലെങ്കിൽ രേണുവായിട്ടൊക്കെ ബന്ധമുള്ള കോണ്ടാക്റ്റ് ഉള്ള വ്യക്തികളായിരുന്നു. ഈ നിമിഷ ബിജുവിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോഴും കുറച്ച് പൈസ ഇവർക്ക് കൊടുക്കാനുണ്ട്. സുധിയും കൂടെ മേടിച്ചിട്ട് എനിക്ക് തോന്നുന്നു 10,000-8,000 രൂപ കണ്ട് ഇപ്പോഴും കൊടുക്കാനുണ്ടെന്ന് തോന്നുന്നു. അവർ ആ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു. കാരണം ലൈവിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ എടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, രേണുസുധിനെ സപ്പോർട്ട് ചെയ്യുന്ന നീ എന്നാ താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൈസ എന്നാ കണ്ട് ഇവർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ നിമിഷ ബിജുവിനെ സത്യം പറഞ്ഞ ഇവരെയൊക്കെ ലൈവ് ഞാൻ അങ്ങനെ ഇവരെ ലൈവൊന്നും കാണാറില്ല. കാരണം ഈ ലൈവിനകത്ത് മൊത്തവും ചീത്തവിളിയും തെറിവിളിയും അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാനും നോക്കാറില്ല. അപ്പം ഇവർ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവന്നേരെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് ആ ഒരു വീഡിയോയിൽ കൂടെ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു റെസ്പെക്റ്റ് തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയ്ക്കകത്തും ഇവർ അതുമായിട്ട് ബന്ധപ്പെട്ട് രേണുസുധിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ദിവസം അനാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ മുമ്പേ അറിയായിരുന്നു, പക്ഷേ ഇത്രയൊക്കെ അറിയാഞ്ഞിട്ടും ഇവരൊക്കെ ഇത് സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാതിരുന്നത് സത്യം പറഞ്ഞ ഇവരൊക്കെ കാണിച്ചത് ഒരു മാന്യത എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പോഴാണ് ഹനാൻ പറഞ്ഞതിന് ശേഷമല്ലേ ഇവരൊക്കെ പറയുന്നത്. അപ്പം എന്തായാലും ആ ഒരു ചെറിയൊരു ഭാഗം കൂടെ 1-2 ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ കൊടുക്കാം, അവർ ഇതിനെ പറ്റിയിട്ടൊരു കാര്യങ്ങളൊക്കെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേൻ തലയിലുള്ള രേണുസുധിക്ക് വോട്ട് ഒരു പേൻ ചീപ്പ് വാങ്ങി കൊടുക്കേ. ഇന്ന് രാവിലെ തന്നെ നേരം എടുത്തപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ് അവിഹിതത്തിന്റെ കേസ് കേട്ടും അബോട്ട് ചെയ്തു എന്നുള്ള കേസൊക്കെ. നമ്മളിതൊക്കെ മുന്നേ അറിഞ്ഞ കാര്യം തന്നെ ഇതൊക്കെ. അതായത് കല്യാണം കഴിഞ്ഞ 1 മാസത്തില് പുള്ളിക്കാരിക്ക് ഒരു ഗർഭം ഉണ്ടായി, പുള്ളിക്കാരി അത് കൊണ്ടുപോയി അബോട്ട് ചെയ്തു. എന്നിട്ട് മരിച്ച 1 മാസം കഴിയുന്നതിന് മുമ്പെയാണ് ഈ സംഭവങ്ങൾ. സുധിച്ചേട്ടൻ മരിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരാളുമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് സുധിച്ചേട്ടൻ ഉള്ള സമയത്ത് തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സുധിച്ചേട്ടൻ മറ്റേ പ്രോഗ്രാമിനൊക്കെ പോവില്ലേ, അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഉണ്ടായാലും വലിയ സീനൊന്നും വരുന്നില്ല എന്നുള്ള ഒരു സംഭവം. അതിനുശേഷം പുള്ളിക്കാരി ചങ്ങനാശ്ശേരി ഏതൊരു ഹോസ്പിറ്റലിൽ പോയി അബോട്ട് ചെയ്തു. അത് പറഞ്ഞത് വേറെ ആരുമല്ല, ഹനാനാണ് പറഞ്ഞത്. അപ്പോൾ ഹനാനെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ട കേസൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അറിഞ്ഞില്ല, കുറേ നാൾ മുന്നേ അറിഞ്ഞ കേസ് ഇതൊക്കെ. അതെ, ഇതൊക്കെ പറയിപ്പിക്കുവാണ് രേണുസുധിയുടെ PR ടീമുകളും രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അപ്പം ഫിറോസിൻ്റെ KHDC ഫിറോസിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ വാട്സാപ്പിനകത്തും അതുപോലെ പുള്ളിക്കാരൻ്റെ നമ്പർ എടുത്ത് പുള്ളിക്കാരനെ പേഴ്സണലായിട്ട് വിളിച്ച് തെറി വിളിക്കുക, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തെറി വിളിക്കുക, അങ്ങനെ മോശമായിട്ട് പറയുക. അപ്പം ഇവരൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വീണ്ടും പബ്ലിക്കിൽ കൊണ്ടിടുന്നത് തന്നെ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വ്യക്തികളും PR ടീമുകളും മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ ഇതൊക്കെ വെളിയിലോട്ട് വരാൻ തന്നെ കാരണം ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറേ അന്തംകമ്മി ടീമുകളുണ്ടല്ലോ, ഇവർ കാരണം തന്നെയാണ്, അല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ ഈ നിമിഷ ബിജു പറയുന്നുണ്ട് ഇതൊക്കെ മുമ്പേ അറിഞ്ഞ കാര്യങ്ങളാണ്. ഫിറോസും പറയുന്നുണ്ട് ഇതൊക്കെ മുമ്പേ അറിഞ്ഞ കാര്യങ്ങളാണ്, 8 മാസം മുമ്പേ ഫിറോസും അറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ
ആയിട്ടുള്ളൊരു ഇപ്പം നമുക്കിപ്പം പറയും, ഇപ്പം രേണുവിനെ സംബന്ധിച്ച് രേണുവിൻ്റെ രണ്ടാമത്തൊരു വിവാഹമാണ് കൊല്ലം സുധിയായിട്ടുള്ളൊരു വിവാഹം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അങ്ങനെ ഇരിക്കുന്നൊരു അവസ്ഥയിൽ അപ്പം ഇത് കഴിഞ്ഞിട്ടൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ നമ്മൾ കണ്ടതാണ് കൊല്ലം സുധിയെ പറ്റിയിട്ട് പൊരുത്തി പറയുന്നതും എവിടെ ചെന്നാലും കൊല്ലം സുധിച്ചേട്ടാ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി. അപ്പം പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് പുള്ളിയോട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സുധിച്ചേട്ടനോടുള്ള ഒരു സ്നേഹത്തിന് എന്ത് വാല്യൂ ആണ് പുള്ളിക്കാരി കൊടുക്കുന്നതെന്ന് കൂടെ ഒന്ന് ചിന്തിക്കണം അല്ലേ. അപ്പം ഈ കൊല്ലം സുധി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇവർ ഈ എന്ത് ചെയ്തേനെ? മരിച്ചതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടാണല്ലോ ഈ കൊണ്ടുപോയി അബോർഷൻ ചെയ്തെന്ന് പറഞ്ഞത്. അപ്പം കൊല്ലം സുധി മരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇത് സുധി അറിയുന്നു, അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ പിരിഞ്ഞു പോവായിരുന്നു. വേറെ ഇപ്പം ഈ റിലേഷൻ ഉണ്ടായിരുന്ന വ്യക്തിയുടെ കൂടെ ഇവർ പോകാനുള്ള പ്ലാനിങ്ങിലാണോ ഇവരിരുന്നത് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു തന്നെയാണ് രേണുവിൻ്റെ ഈ ഒരു ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടാൻ ഒരു കാരണക്കാരി ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? സ്വന്തം കാര്യം നോക്കി പോയാൽ മതിയായിരുന്നു. ഈ ഓൺലൈൻ ചാനലിൻ്റെ മുമ്പിലും അതുപോലെ റീച്ചിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ടും മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയത്. എന്നിട്ട് എന്തായി? ബിഗ് ബോസിൽ പോയിട്ട് എന്തുണ്ടായി? അവിടെ പോയിട്ടും ഒരു ഗെയിമും കളിക്കാതെ ഒന്നും ഒരു ടാസ്കും ചെയ്യാതെ അവിടെ എവിടെയെങ്കിലും മാറിയിരിക്കുന്ന രേണുവിനല്ലേ കാണുന്നത്. അപ്പം ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? എന്താണ് സുധി എന്ന് പറഞ്ഞൊരു വ്യക്തി സമൂഹത്തിന് ചെയ്തിട്ടുള്ളത്? ഒരു കലാകാരനാണ്. സാധാരണ കലാകാരന്മാരെയൊക്കെ നമ്മൾ കലാകാരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇത് പുള്ളിക്കാണ് എല്ലാവരും അങ്ങോട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പുള്ളി ഇത്രയും ആൾക്കാർ തലയിൽ കയറ്റി വെക്കേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കുറ്റം പറയുമല്ല കേട്ടോ. കൊല്ലം സുധി എന്നുള്ളൊരു കലാകാരൻ്റെ ജീവിച്ചിരുന്ന സമയത്ത് സ്റ്റാർ മാജിക്കൊക്കെ കണ്ട് ഞാൻ ഒരുപാട് റിലീഫായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കൊല്ലം സുധിയുടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ തങ്കച്ചൻ വിതുരയുടെ ആയിക്കോട്ടെ, അനുമോളായിക്കോട്ടെ, ഇവരെയൊക്കെ ഓരോ കോംബോകളും സ്റ്റാർ മാജിക്കിലും കൊറോണ സമയത്തൊക്കെ ഒരുപാട് നമ്മൾ റിലാക്സ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആ ഒരു സ്നേഹം കൊണ്ടാണ് ഈ ഒരു വ്യക്തി മരിച്ചതിന് ശേഷം നമ്മൾ സപ്പോർട്ട് ചെയ്തത് അല്ലേ. ഫ്ലവേഴ്സിൽ ഈ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൊല്ലം സുധി മരിക്കുന്നത്. അപ്പം ഇപ്പം സത്യം പറഞ്ഞാൽ സുധി എന്നൊരു പേര് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വെറുപ്പാണ് തോന്നുന്നത്. ആ ഒരു അവസ്ഥയിലോട്ടാണ് ഈ രേണു സുധി കൊണ്ടെത്തിച്ചേക്കുന്നത് അല്ലേ. അപ്പം നമ്മളൊക്കെ ഈ കൊല്ലം സുധിയെയും കൊല്ലം സുധിയുടെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു ഒരു കാലത്ത്, ഒരു സമയത്ത്. ഇന്നിപ്പം ഈ രേണു സുധി കാരണമല്ലേ ഇതിങ്ങനെയൊക്കെ ആയത്. അപ്പോൾ കുറ്റം പറയുന്നവരും തെറി വിളിക്കുന്നവരും ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നാളെ ഇവർ ചെയ്ത തെറ്റുകളൊക്കെ ഇവർ ഏറ്റുപറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവരെ വീണ്ടും അംഗീകരിക്കത്തില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. ഇവർ ചെയ്ത തെറ്റുകളെ ഇവർ അംഗീകരിക്കാൻ, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ വീണ്ടും ജനങ്ങൾ അംഗീകരിക്കും. ഞാൻ ഉൾപ്പെടെ അംഗീകരിക്കും. കൊല്ലം സുധിയുടെ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ എന്ന് പറയാം, ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കൊല്ലം സുധിയെ പറ്റിയിട്ടും രേണുവിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. രേണു ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് നടക്കുന്നതാണ് രേണു. കറക്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെന്ന് വെച്ചാൽ ജീവൻ തുല്യം സ്നേഹിക്കുന്നതാണ് നമ്മളെ മക്കളെ. പക്ഷെ ഒരിക്കൽ പോലും രേണുവിന്റെ സ്വന്തം ഇഷ്ടം, അതായത് സ്വന്തം സുഖം. കാരണം രേണുവിന് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കറങ്ങാം. അത് മാത്രമേ ഉള്ളൂ രേണുവിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം ആരെങ്കിലും നോക്കിക്കോട്ടെ മക്കളെ. നമ്മൾ ഒരു ദിവസം ഒരു സമയം മക്കളെ ഒരു വിളി കേട്ടില്ല. എനിക്ക് 2 പെൺപിള്ളേരാണ്. അവരെ ഒരു വിളി ഒരു ദിവസം നമ്മൾ കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെഞ്ചിനകത്ത് അവര് വെപ്പുമുടിയാണ്. പക്ഷെ ഈ ഇവരെ കാശില്ല. കൊച്ചിന് സ്കൂളിൽ പോകാൻ ബാഗ് വാങ്ങിക്കാനില്ല, കൊച്ചിന് ആഹാരം കൊടുക്കാനില്ല, കൊച്ചിന് റേഷൻ അരിയാണ് കൊച്ചു കഴിക്കുന്നത്. പക്ഷെ അവർക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനും കൂടി വെക്കാനും ബാക്കി എല്ലാത്തിനും അവർക്ക് കാശുണ്ട്. മുന്തി ഹോട്ടൽ അവർക്ക് ഒരു സ്വന്തം സുഖം. ബിരിയാണി കഴിക്കും. രേണു സുധി എപ്പോഴെങ്കിലും സാധാ ചോറ് കഴിക്കണം കണ്ടിട്ടുണ്ടോ? ഇല്ല. വീട്ടില് ആ 5 വയസ്സായ കേട്ടല്ലോ. ഇവരൊക്കെ കൊല്ലം സുധിയെ വ്യക്തിപരമായിട്ട് നേരിട്ട് പരിചയമുള്ള ആൾക്കാരാണ്. ഇവര് വരെ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും സത്യമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമോ? ഇവരൊക്കെ കൊല്ലം സുധിയുമായിട്ട് അത്രയും ക്ലോസ് ആയി ഇരുന്ന ആൾക്കാരാണ്. നേരിൽ ഡെയിലി കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ് ഈ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു കാരണക്കാരെ ആക്കിയതാരാണ്?
ഈ രേണുസുതി തന്നെയാണ്, വേറെ ആരുമല്ല. ഇവർക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അത്രമാത്രം കൊല്ലം സുധി മരിച്ചതിന് ശേഷം ഇവർ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു സപ്പോർട്ടിൻ്റെ ബലം കൊണ്ട് മാത്രം, ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ KHTC ടീമും ഇവർക്കൊരു വീട് വരെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ജനങ്ങൾ മനസ്സിലാക്കണം, അറിയാമോ? അപ്പോൾ ഇവരെന്തായിരുന്നു ചെയ്യേണ്ടത്? ഇവർ ആ സമയത്ത് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവരെ ഒരു ഡെയിലി വ്ളോഗ് കാര്യങ്ങൾ, ഇവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുക്കിംഗ് പരിപാടി, എന്തെങ്കിലും ചപ്പൻ ചവറ്, എന്തെങ്കിലും ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു എടുത്ത് വീഡിയോ ഇട്ട് യൂട്യൂബിൽ ഇട്ടായിരുന്നെങ്കിൽ ഇവരിപ്പം ചെയ്യുന്നതിനേക്കാളും വരുമാനം ഇവർ കിട്ടിയേനല്ലേ, അല്ലേ? എന്ത് വരുമാനം ഇവർ കിട്ടിയേനെ? അപ്പോൾ ഇവർ നേരെ മറിച്ച് എന്താണ് ചെയ്തത്? കുറച്ചുകൂടെ ഫെയിം ആവാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ ജനങ്ങളിലേക്ക് എത്താനും അറിയപ്പെടാനും വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയാസിൻ്റെ മുമ്പിൽ പോയി തല വെച്ച് കൊടുത്തു. അങ്ങനെ പല ആൾക്കാരും പറയുന്നത് കേട്ട് ചെയ്യേണ്ടി വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല ആൾക്കാരും ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് വേണമെങ്കിലും പറയാം. അവസാനം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ബിഗ് ബോസ് പോയെന്ന് പറയുന്നതെങ്കിലും സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് പോകുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഇവരെ ഇഷ്ടപ്പെടാതിരുന്ന ആൾക്കാർക്ക് പോലും ഒരു ഇതുണ്ടായിരുന്നു, എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ബിഗ് ബോസിൽ ചെന്നിട്ട് രേണുസുതി എന്താണ് അവിടെ കാഴ്ചവെക്കുന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഇവർ നല്ല രീതിയിൽ അവിടെ ഗെയിമെങ്കിലും കളിച്ചായിരുന്നെങ്കിൽ ജനങ്ങൾ, ഈ കുറ്റം പറഞ്ഞ ജനങ്ങൾ വരെ, കുറ്റം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അതും കൂടെ ആദ്യം മനസ്സിലാക്കണം. വെറുതെ അല്ല കുറ്റം പറഞ്ഞല്ല, സഹായിച്ചിട്ടുള്ളവരെയും സ്നേഹിച്ചിട്ടുള്ളവരെയും എല്ലാം തള്ളി പറഞ്ഞതിൻ്റെ പേരിലാണ് ഇവരെ ജനങ്ങൾ കുറ്റം പറഞ്ഞത്. അതും കൂടെ ചിന്തിക്കണം. അപ്പോൾ ഇവരെ ഉറപ്പായിട്ടും അവിടെ നല്ല രീതിയിൽ ഗെയിം കളിക്കുമായിരുന്നെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തേനെ. കൺവെൻഷൻ റൂമിൽ വിളിക്കുന്ന സമയത്ത് ബിഗ് ബോസ് പോലും ഇവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നുമല്ല പ്രതീക്ഷിച്ചത്, ജനങ്ങൾ ഇതൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്, കുറച്ചുകൂടെ നല്ലവണ്ണം ഗെയിമൊക്കെ കളി എൻ്റെ മോളെ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടിയ തെറ്റുകളെല്ലാം തുറന്നു പറഞ്ഞ്, ഇപ്പം നമുക്കറിയാം, ഇപ്പം ബിഗ് ബോസിൽ പോകുന്നതിന് ഇപ്പുറം വെളിയിൽ വെച്ചിട്ട് ഒരുപാട് നെഗറ്റീവ് ഏറ്റെടുത്തിട്ട് കയറിപ്പോയ ഒരുപാട് ആൾക്കാർ അവിടെ ചെന്ന് അവരെ ജെന്യൂനായിട്ടുള്ളൊരു പേഴ്സണാണെന്ന് അറിഞ്ഞിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടി, ജനങ്ങളെ സപ്പോർട്ട് കിട്ടി തിരിച്ചിറങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലേ? നേരെ മറിച്ച് ഇവിടുന്ന് നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്നിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് നെഗറ്റീവായിട്ട് ഇറങ്ങി വന്ന ആൾക്കാരും ഉണ്ട്. ഈ ഷാരിക KB എന്ന് പറഞ്ഞ ആൾ കയറി പോകുന്നത് വരെ ഒരു നെഗറ്റീവായിരുന്നു. എന്നാൽ പുള്ളിക്കാരി ഇറങ്ങി വന്ന സമയത്ത് കുറേ ആൾക്കാർ പുള്ളിക്കാരിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, പുള്ളിക്കാരിക്ക് സപ്പോർട്ടും ചെയ്തു തുടങ്ങി, അല്ലേ? അതാണ്. അപ്പം ആ ഒരു പ്ലാറ്റ്ഫോം ഇവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുമായിരുന്നെങ്കിൽ ആ ഒരു ബിഗ് ബോസ് എന്നൊരു കപ്പിനേക്കാളും ഉപരി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് ഇവർക്ക് ഇറങ്ങാമായിരുന്നു, അല്ലേ? അതുപോലും ഇവർ ഇതുവരെ ഇത്രയും ദിവസമായിട്ട് പോലും ചെയ്തിട്ടില്ല. ഇനി എങ്ങനെ ജനങ്ങൾ അംഗീകരിക്കും? എല്ലാ തിങ്കളാഴ്ചയും വന്നിട്ട് വോട്ടിന് വേണ്ടിയിട്ട് കരയുന്ന ഒരു രേണുസുതിയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം see you guys.